Hello, a very warm welcome. Calicut University BA BSc third sem അഡീഷണൽ ലാംഗ്വേജ് ഹിന്ദിയിലെ പോയിട്രി ഇൻ ഹിന്ദി എന്ന പേപ്പറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോഴ്സ് കോഡ് HIN 3A09. രണ്ട് ടെക്സ്റ്റാണ് തേർഡ് സെമ്മിൽ നിങ്ങൾ പഠിച്ചത്. പദ്യവിഹാർ എന്ന പോയിട്രി കളക്ഷനും ധർമ്മവീർ ഭാരതിയുടെ കനുപ്രിയയും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പദ്യവിഹാർ ടെക്സ്റ്റുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. 2019 സിലബസ് റിവിഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് റിവിഷന് ശേഷം ഈ പേപ്പർ എഴുതുന്ന ഫസ്റ്റ് ബാച്ചാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒക്കുന്നില്ല. പദ്യവിഹാർ ടെക്സ്റ്റിൽ 13 പോയറ്റ്സിൻ്റെ പോയംസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 13 പോയറ്റ്സിനെ റിലേറ്റ് ചെയ്യുന്ന ക്ലാസ്സസ് ഹിന്ദിയിലും മലയാളത്തിലുമായി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc തേർഡ് സെം പദ്യവിഹാർ എന്നാണ് നിങ്ങളുടെ ചാനൽ പ്ലേലിസ്റ്റിൻ്റെ പേര്. അതിൽ 34 വീഡിയോസ് അപ്ലോഡഡ് ആണ്. കനുപ്രിയയ്ക്ക് സെപ്പറേറ്റ് പ്ലേലിസ്റ്റാണ്. അതിൽ 25 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കനുപ്രിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ വൈകാതെ തന്നെ നടത്തും. ഈ പദ്യവിഹാറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെ നമ്മൾ 3 പാർട്സായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മലയാളത്തിൽ തന്നെ ഒരു ക്വിക്ക് റിവിഷനും കൂടെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഫസ്റ്റ് 3 പോയറ്റ്സിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് 3 പോയറ്റ്സ് എന്ന് പറയുമ്പോൾ അവരൊരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ വരും. ഏൻഷ്യൻറ്റ് പോയറ്റ്സ് ആണ്. കബീർദാസ്, സൂർദാസ് ഓർ തുളസിദാസ്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് പോയറ്റ് കബീർദാസ് ആണ്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 5 ദോഹകളാണ് നിങ്ങൾക്ക് ആസ്വദിക്കാനുണ്ടായിരുന്നത്. 5 എണ്ണവും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ, പ്ലസ് 5 എണ്ണവും ഒരുമിച്ചും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാൽ പാർട്ട് എ 2 മാർക്സ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു കബീർദാസ്. ക്വസ്റ്റ്യൻ എന്താണ്? ഗുരു മഹിമ അഭിവ്യക്ത കർണേ വാല കബീർ കാ ഏക് ദോഹ. കബീർദാസ് നമുക്കറിയാം നിർഗുൺ ഭക്ത് കവിയാണ്. ഗുരുമഹിമ പ്രകടിപ്പിക്കുന്ന ഒരുപാട് ദോഹകൾ കബീർദാസിൻ്റെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന 5 ദോഹകളിൽ ഫസ്റ്റ് ആണ് ഗുരുമഹിമ വർണ്ണിക്കുന്നത്. ഏതാണ് ആ ദോഹ? സദ്ഗുരു കി മഹിമ അനന്ത്, അനന്ത് കിയ ഉപകാർ, ലോചൻ അനന്ത് ഉഘാടിയ, അനന്ത് ദിഖാവൻ ഹാർ. ഈ ദോഹയാണ് നിങ്ങൾക്ക് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇതിൽ സദ്ഗുരു കി മഹിമ അനന്ത്, സദ്ഗുരു നല്ല ഗുരുവിൻ്റെ മഹിമ അനന്തമാണ്. അനന്ത് കിയ ഉപകാർ, എനിക്ക് അനന്തമായ ഉപകാരമാണ് ആ ഗുരുവിൻ്റെ സാന്നിധ്യം ചെയ്തിട്ടുള്ളത്. ലോചൻ അനന്ത് ഉഘാടിയ, ലോചൻ എൻ്റെ കണ്ണുകൾ അനന്തമായി തുറന്നു തന്നു. അതുവരെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് വേണ്ടാത്തതൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മേരെ ലോചൻ അനന്ത് ഉഘാടിയ അനന്ത ദിഖാവൻ ഹാർ, ഞാൻ കാണേണ്ട കാഴ്ചകൾ എന്ന് വെച്ചാൽ എന്നെ ഭക്തി മാർഗത്തിലേക്ക്, എന്നെ നല്ല മാർഗത്തിലേക്ക് നയിക്കാൻ, എൻ്റെ കണ്ണുകളെ നല്ലത് കാണാൻ ഈ ഗുരുവിൻ്റെ സാന്നിധ്യമാണ് പ്രേരണയായത്. അപ്പോൾ ഫസ്റ്റ് ദോഹയാണ് ഗുരു കി മഹിമ വർണ്ണിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെ ഒരു ടിപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യനെ ഒരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ ഗുരു മഹിമ അഭിവ്യക്ത കർണേവാല കബീർ കാ ദോഹ, അങ്ങനെയാണെങ്കിൽ അവർക്ക് സെക്കൻഡ് ദോഹ നമ്മൾ എന്താണ്? പ്രഭു മഹിമ അഭിവ്യക്ത കർണേവാല ദോഹയാണ്. ഓക്കെ, സാത് സമുദ്ര കി മസി കरूं, ലേഖിനി സബ് ബൻ റായ്, സബ് ധർത്തി കാഗത് കरूं, പ്രഭു ഗുണ ലിഖാ ന ജായ്. ഈ ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളെയും ഞാൻ മഷിയായിട്ട് ഉപയോഗിച്ച്, ലേഖനി സബ് ബൻ റായ്, എല്ലാ വൃക്ഷങ്ങളെയും ഞാൻ പേനയായിട്ട് ഉപയോഗിച്ച്, സബ് ധർത്തി കാഗത് കरूं, ഈ ഭൂമിനെ തന്നെ ധർത്തിനെ തന്നെ ഞാൻ കടലാസായിട്ട് ഉപയോഗിച്ച് പ്രഭുവിൻ്റെ ഗുണങ്ങൾ എഴുതാൻ തുടങ്ങിയാലും ഇതൊന്നും മതിയാവില്ല. ഈ പേനയും ഈ മഷിയും ഈ കടലാസും ഒന്നും മതിയാവില്ല. അത്രയ്ക്കാണ് പ്രഭുവിൻ്റെ ഗുൺ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് ദോഹ എന്താണ്? പ്രഭു മഹിമ അഭിവ്യക്ത കർണേവാല ദോഹ. നോക്കൂ, ഈ ദോഹകളിലെല്ലാം വിശദമായ എക്സ്പ്ലനേഷൻ ഞാൻ വീഡിയോസിൽ അപ്ലോഡഡ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഓടിച്ചു പോകുക മാത്രമേ ഉള്ളൂ. തേർഡ് ദോഹ നോക്കിയേ, ഈശ്വർ കെ നിർഗുൺ രൂപ് വ്യക്ത് കർണേവാല ദോഹ ഹെ.
നിർഗുൺ ഭക്തിയാണെന്ന് പറഞ്ഞു കബീർദാസ്. നിർഗുൺ ഭക്ത് എന്താണ് വിശ്വസിക്കുന്നത്? ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഉണ്ട്, അദ്ദേഹത്തിനൊരു പ്രത്യേകിച്ച് നിറവോ രൂപമോ അങ്ങനൊന്നും ഇല്ല. ജാക്കേ മൂ മാഥാ നഹി നാഹി രൂപ കുരൂപ്, രൂപവും മുഖവും അങ്ങനെ ഒരു സ്ട്രക്ചറും ഒന്നുമില്ലാത്തതാണ് ഈശ്വരൻ. പുഹുപ്പ് ബാസ്തേ പാത്ര ഏസാ തത്വ അനൂപ്, പുഷ്പത്തിൻ്റെ സുഗന്ധത്തിനേക്കാളും മെലിഞ്ഞതാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് മൈന്യൂട്ടാണ് ഈശ്വരൻ്റെ സാന്നിധ്യം. ഏസാ തത്വ അനൂപ്, അങ്ങനത്തെ ഒരു സത്തയാണ് ഈശ്വരൻ്റെ സത്ത. ഇനി നമുക്ക് എന്നുവെച്ചാൽ നമുക്കത് കാണാനൊക്കത്തില്ല, പക്ഷേ അനുഭവവേദ്യമാകാൻ നോക്കും. പുഷ്പത്തിൻ്റെ സുഗന്ധം നമുക്ക് കാണാൻ ഒക്കില്ല, നമ്മൾ ഫീൽ ചെയ്യുകയാണ്, നമുക്ക് സ്മെല്ല് ചെയ്യുകയാണ്. അതുപോലെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം. അപ്പം ഫസ്റ്റ് ദോഹ ഗുരു महिमा अभिव्यक्त करने वाला है, दूसरा दोहा प्रभु महिमा, तीसरा दोहा ഈശ്വർ के നിർഗുൺ രൂപ് അർത്ഥാത് നിർഗുൺ ഭക്തി അതിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നാലാമത്തെ നോക്കിയ ഭക്തൻ്റെ അവസ്ഥയാണ് വിരഹാവസ്ഥ. എന്താണ്? സുഖിയ സബ് സംസാർ ഹേ ഖാവേ അരു സോവേ, ദുഖിയ ദാസ് കബീർ ഹേ ജാഗേ അരു റോവേ, സാരാ സംസാർ സുഖി ഹേ. ഈശ്വരനെ അറിയാൻ വയ്യാത്ത വ്യക്തി വളരെ ഹാപ്പിയായിട്ട് നടക്കുകയാണ്, പക്ഷേ ഈശ്വരനെ അറിയുന്ന വ്യക്തി ജാഗക്കർ റോത്താ ഹേ. എന്നുവെച്ചാൽ ഞാൻ ഈശ്വരൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഈശ്വരനോടുള്ള പരമാത്മ ഒരു ഒത്തുചേരലിൻ്റെ ഒരു തീവ്രത മനസ്സിൽ വന്നത്. അപ്പം തൊട്ട് എനിക്കൊരു വിരഹാവസ്ഥയാണ്, പരമാത്മാ വിരഹാവസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത് ഭക്തൻ്റെ. എന്നുവെച്ചാൽ ഈശ്വരൻ ആരാണ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്കതിനോടുള്ള, ഇപ്പം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മളൊന്നും പഠിക്കാതെ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാത്തവർക്കും വളരെ ഹാപ്പിയാണ്, കാരണം നമുക്കതിന് ടെൻഷനില്ല. നമ്മളൊന്ന് അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഇത്രയും സിലബസ് ഉണ്ട് കവർ ചെയ്യാൻ, പാതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പാതിയും കൂടെ അറിയാനുള്ളൊരു പരവേശമാണ്. അതുപോലാണ് ഭക്തൻ്റെ അവസ്ഥ. ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് ദോഹ നോക്കിയേ, പ്രേം കെ മെഹത്വ കോ ഉജാഗർ കർനെ വാലാ ഹെ. അഞ്ചാമത്തെ ദോഹ പ്രേമിനെ പറ്റി ഒരുപാട് കബീർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഢായി ആഖർ പ്രേം കാ, പ്രേമം എന്ന ആ ഒരു 2 അക്ഷരത്തിൻ്റെ അർത്ഥം മനസ്സിലാവുന്നവനാണ് യഥാർത്ഥ ഭക്തൻ, യഥാർത്ഥ മനുഷ്യനെന്ന് കബീർ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പ്രേം ന ബാഡി ഊപ്പജേ പ്രേം ന ഹാട്ട് ബിക്കായ്, രാജാ പർജ ജിഹി രുചേ സീസ് ദെയി ലേജായ്. എന്നുവെച്ചാൽ പ്രേമിൽ സ്നേഹം നമുക്കുണ്ടെങ്കിൽ അവിടെ അഹംഭാവന പാടില്ല. അത് ബാഡി ഊപ്പജ്, അത് ഇടങ്ങളിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് കിട്ടുന്ന ഒരു സാധനമല്ല സ്നേഹം എന്ന് പറയുന്നത്. പ്രേംന ഹാട്ട് ബിക്കായ്, അതുപോലെ മാർക്കറ്റിൽ ബിക്കിനെ വല, മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് നമ്മൾ പൈസ കൊടുത്ത ഉടനെ മേടിക്കുക, അങ്ങനെ ഒരു വസ്തുവല്ല. രാജാ പ്രജ ജിഹി രുചി, രാജാവായാലും പ്രജയായാലും എന്ന് വെച്ചാൽ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും സ്നേഹം എന്നുള്ളൊരു അതിലേർപ്പെടുകയാണെങ്കിൽ അവിടെ സീസ് ദയിലേജായ്, സീസ് ദേനാന്ന് വെച്ചാൽ നമ്മുടെ ശിരസ് കൊടുക്കേണ്ടി വരും, നമ്മുടെ അഹംഭാവം ത്യജിക്കേണ്ടി വരും. അത് രാജാവായാലും ശരി, അത് ഒരു പാവപ്പെട്ടവനായാലും ശരി, അത് സ്നേഹം കിട്ടണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതോ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു സാധനം അല്ല. പാർട്ട് എയിൽ 2 മാർക്സ് ക്വസ്റ്റ്യനിൽ കബീർദാസിൻ്റെ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനെ അവർ കൊടുത്തിട്ടുള്ളൂ. കബീറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ വരുന്നത് 19th ക്വസ്റ്റ്യൻ, തുളസി കാ രാം ഓർ കബീർ കാ രാം. അത് നമ്മൾ തുളസി കാ രാം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. കബീർ കാ രാം, അപ്പോൾ കബീർ കാ രാമിന് എന്താണ് പ്രത്യേകത? തുളസിയുടെ രാമും കബീറിൻ്റെ രാമും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കബീർ ഒരു നിർഗുൺ ഭക്ത കവിയാണ്, ഈശ്വരന് രൂപവും നിറവും ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് നിർഗുൺ ഭക്ത്. നേരെ മറിച്ച് തുളസിദാസ് ഒരു സഗുൺ ഭക്ത കവിയാണ്, ഈശ്വരന് രൂപവും നിറവും എല്ലാം തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ ഈ കബീറിൻ്റെ രാമും തുളസിയുടെ രാമും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ ഇപ്പം കബീറിൻ്റെ രാം എന്താണെന്ന് നോക്കാം. അപ്പം കബീറിൻ്റെ കാവ്യത്തിൽ പല പ്രാവശ്യവും പല അവതാര പുരുഷന്മാരുടെ പേരുകൾ കബീർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, കബീർ ആസ് സച്ച് അൺപടായിരുന്നു. കബീർ പേനയും മഷിയും കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. കബീർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ശിഷ്യർ എഴുതിയെടുക്കുകയായിരുന്നു. അപ്പോൾ കബീറിൻ്റെ കാവ്യത്തിൽ പല അവതാര പുരുഷന്മാരുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ രാം ഉണ്ട്, ഗോവിന്ദ്, നാരായൺ, നിരഞ്ജൻ, സാരംഗപാണി, അങ്ങനെ ഈശ്വരൻ്റെ വിവിധ പേരുകൾ കബീർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
പറയപ്പെടുന്നത് അറിവ് നേടി നേടി ഇങ്ങനെ വന്നപ്പോൾ, ഇപ്പോൾ അന്നത്തെ കാലത്ത് അറിവ് നേടാനുള്ള മാർഗം സദ്ഗുരുവിൻ്റെ കൂടെയുള്ള ഒരു സഹവാസം മാത്രമാണ്. അല്ലാതെ ഇന്നത്തെ പോലെ നമുക്ക് ഗൂഗിൾ സെർച്ചോ യൂട്യൂബോ ബുക്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു അറിവ് നേടി വരുന്ന സമയത്ത് കബീറിന് ഒരു കാര്യം മനസ്സിലായത്, ഈ ദശരഥ പുത്രനായ ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു സാന്നിധ്യം അവിടെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദർബാറിൽ, കൊട്ടാരത്തിൽ ഈ ശൂദ്രർക്ക് പ്രവേശനമില്ലായിരുന്നു, ശൂദ്രർക്ക് ഒരു സ്ഥാനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കബീർ മെല്ലെ മെല്ലെ തൻ്റെ ആ ഒരു രാം എന്ന പദത്തിൻ്റെ മീനിങ് അങ്ങ് ഡിഫറെൻ്റായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അദ്ദേഹം അത് വ്യക്തമായിട്ടൊരു ദോഹയിൽ പറയുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന രാം ദശരഥ സുത രാം അല്ല, ദശരഥ രാജാവിൻ്റെ, അയോധ്യയിലെ ദശരഥ രാജാവിൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രനല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രാം. പിന്നെ എന്താണ് കബീറിൻ്റെ രാം? കബീർ കാ രാം അലഖ് അഗോചർ ഹെ, എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഈശ്വരൻ്റെ സത്തയാണ്. അത്യന്ത് സൂക്ഷ്മ ഹെ, വളരെ മൈന്യൂട്ടാണ്. അനിർവചനീയ ഹെ, ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സർവ സുലഭ് ഹോനെ കെ കാരൺ കബീറിനെ രാം നാം കി മഹിമ അധിക് മാനി. എല്ലാവരും പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നൊരു പേരായതുകൊണ്ട് രാം നാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കബീർ ഒരു പോയറ്റായിരുന്നു, അതിലുപരി ഒരു സോഷ്യൽ റിഫോമറായിരുന്നു, സമാജ് സുധാരക്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് അന്നത്തെ കാലത്ത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹിന്ദു മുസ്ലിം ഒരു വഴക്ക് മാറ്റണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ഹിന്ദുസും മുസ്ലിംസും തമ്മിലൊരു ഐക്യം വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതഹ ഉനോനെ രാം റഹീം കോ ഏക് സ്ഥാപിത് കിയ, രാമും റഹീമും ഒന്നാണെന്ന് അദ്ദേഹം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ആജീവനാന്തം നടത്തിയത്. राम नाम का आधार लेकर उन्होंने भक्ति की स्थापना की जो ഹിന്ദു ഓർ മുസൽമാൻ ദോനോക്കോ ഗ്രാഹ്യ ഹോ സക്കെ, ഹിന്ദുസിനും മുസ്ലിംസിനും ഒരേപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രാം റഹീം ഒരു സങ്കല്പം. ഓക്കെ, അപ്പോൾ ഈ കബീർ കെ രാമും നിങ്ങൾക്ക് ഒരുപക്ഷെ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാനതിൻ്റെ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. कबीर काव्य में कई बार अवतारों का उल्लेख मिलता है. उसमें राम, गोविंद, नारायण, निरंजन आदि भगवान के विभिन्न नाम हैं. परंतु जब ज्ञान की वृद्धि के साथ उनको यह बोध हुआ कि भगवान के ये रूप भ्रम में डालने वाले हैं, तो उन्होंने राम की पृथक व्याख्या की. पृथक मीन्स अलग से व्याख्या की. उन्होंने देखा कि दशरथ सुत राम के दरबार में अछूतों और अन्य जातियों को कोई स्थान नहीं है, तो उन्होंने अपने राम को रामानंद के दाशरथी राम से भिन्न कर लिया. उनका राम शब्द निर्गुण निराकार ब्रह्म का प्रतीक बन गया. ഇതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. തുളസിദാസിൻ്റെ രാം ശ്രീരാമചന്ദ്രനാണ്, ദശരഥസുത്രൻ അയോധ്യയുടെ രാജാവായ ദശരഥൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രനാണ്. പക്ഷേ കബീർ കാ രാം നിർഗുൺ നിരാകാർ ബ്രഹ്മ കാ പ്രതീക് है. राम शब्द कबीर के लिए अगोचर है, सूक्ष्म है और अनिर्वचनीय है. സൂർദാസിൻ്റെ 3 പദങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ആദ്യത്തത് വിനയഭക്തിയിൽ ഉള്ള ഒരു പദമാണ്, അതൊരു സഖ്യഭാവിൽ ഉള്ള ഒരു പദമാണ്. ആദ്യത്തത് അജഹു ഹോ ഏക് ഏക് കരി ടരി ഹോ, ഒരു കൂട്ടുകാരനോട് എടുക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി കവി തൻ്റെ ഇഷ്ടദേവനായ ശ്രീകൃഷ്ണനോട് അധികാരഭാവത്തോടെ പറയുകയാണ്, എൻ്റെ പാപങ്ങളെല്ലാം മാറ്റി എന്നെ മോക്ഷത്തിലേക്ക് നയിക്കണം എന്ന് പറയുന്ന ഒരു പദമാണ്. രണ്ടാമത്തേത് നരജന്മം കിട്ടിയത് എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന ഒരു പദമാണ്, നർത്തേ ജനമ പായി കഹ കീനോ. മൂന്നാമത്തേത് ഗോകുൽ ലീലാ പദമാണ്, ഗോപികമാരെ ശല്യപ്പെടുത്തുന്ന ബാലകൃഷ്ണൻ്റെ കംപ്ലൈൻറ്റ് വന്ന് പറയുന്ന ഗോപികമാർ നന്ദറാണിയുടെ അടുത്ത്, യശോദയുടെ അടുത്ത് ഈ ബാലകൃഷ്ണൻ്റെ കുസൃതികൾ അതിനെപ്പറ്റിയുള്ള കംപ്ലൈൻറ്റ് വന്ന് പറയുന്ന ഒരു പദമാണ് ഈ ഗോകുൽ ലീലാ പദിലെ മൂന്നാമത്തെ പദ്. ഈ 3 പദും സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ അപ്ലോഡഡ് ആണ്, ഒരുമിച്ചും 3 എണ്ണം ഒരുമിച്ചും അപ്ലോഡഡ് ആണ്. ഇതിനെല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ട് എ, 3rd ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു സൂർദാസ്. സൂർ കി സഖ്യഭക്തി कैसी है. സൂറിൻ്റെ സഖ്യഭക്തിയാണ് ചോദിച്ചിരിക്കുന്നത്.
ഭക്തി നമുക്കറിയാം രണ്ട് രീതിയിൽ മെയിനായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. നിർഗുൺ ഭക്തും സഗുൺ ഭക്തും ഉണ്ടായിരുന്നു. നിർഗുൺ ഭക്തിയിലാണ് കബീർദാസ് വന്നത്. ഈ സഗുൺ ഭക്തിലാണ് സൂറും തുളസിയൊക്കെ വരുന്നത്. ആ സഗുൺ ഭക്തിയിൽ തന്നെ സഖ്യഭക്തിയും ദാസ്യഭക്തിയും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഭക്തി, രാഗാനുഗ ഭക്തി 5 രീതിയിലാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശാന്ത, ദാസ്യ, സഖ്യ, വാത്സല്യ ഓർ മാധുര്യ. അതിൽ തന്നെ സൂർദാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂർദാസിൽ സഖ്യ ഭക്തിയും വാത്സല്യ ഭക്തിയും വളരെയധികം കൂടുതലായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ വാത്സല്യ രസ സമ്രാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സഖ്യഭക്തി എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സഖ്യഭക്തി എന്താണെന്ന് വെച്ചാൽ ഈശ്വരനെ ഒരു സഖയുടെ രൂപത്തിൽ, ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഫോർമാലിറ്റീസും ഇല്ല. എങ്ങനെ ഒരു സുഹൃത്തിനോട് നമ്മൾ പെരുമാറുന്നോ ആ രീതിയിലാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. അപ്പോൾ ഈ സഖ്യഭക്തിയിൽ ഈശ്വരനോടൊരു അധികാരഭാവത്തോടെ ഭക്തന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. തന്നോടൊപ്പം തന്നെ ഈശ്വരനെ കാണുന്നു, തന്നെ പോലെ തന്നെ, ഒരു ഫോർമാലിറ്റിയും ഇല്ല. നിങ്ങളുടെ ഈ ഒരു പദത്തിലാണെങ്കിൽ അത് എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആദ്യത്തെ പദ്, സൂർദാസിൻ്റെ വിനയഭക്തിയുടെ ആദ്യത്തെ പദിൽ തന്നെ ആജുഹു ഹോ ഏക് കരി ടരി ഹോ കേ തും ഹി കേ ഹം ഹി മാധോ അപ്നെ ഭരോസേ ലറി ഹോ. അപ്നെ ഭരോസേ ലടന, ഞാൻ ഇന്ന് നിൻ്റെ അടുത്ത് അടിയിടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആരാധ്യദേവനോട് സഖ്യഭാവത്തിൽ പറയാണ്. ഒരു സഖാവിൻ്റെ ഒരു ആരാധ്യദേവനോടൊരു കൂട്ടുകാരൻ്റെ ഒരു അധികാരം എടുത്ത് പറയാണ്, ഇന്ന് ഞാൻ 2-ൽ 1 അറിഞ്ഞിട്ടേ പോവൂ മാധവ്, എന്നെ നീ രക്ഷിക്കണം. അല്ലെങ്കിൽ നിനക്ക് ഈ ഒരു പതിത്ത പാവൻ എന്നുള്ളൊരു പേരുണ്ടല്ലോ, നീ എല്ലാവർക്കും മോക്ഷം നൽകും, എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളൊരു നിനക്കൊരു അഡ്ജക്റ്റീവ് ഉണ്ടല്ലോ, ആ പേര്, അത് വെറും പൊള്ളയാണെന്ന് ഞാൻ എല്ലാവരോടും തുറന്നു പറയും. എന്നുവെച്ചാൽ ഒരു വാശി പിടിക്കുകയാണ്, ശാഠ്യം പിടിക്കുകയാണ്. ആരാധ്യ ദേവനോട് ഒരു കൂട്ടുകാരൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് എടുക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഫോർമാലിറ്റീസും ഇല്ല. അപ്പോൾ ഈ പദിൻ്റെ മീനിങ് വിസ്തരിച്ച് നമ്മൾ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, ആ വീഡിയോസ് കണ്ടതിന് ശേഷമേ ഈ റിവിഷൻ വീഡിയോ കണ്ടിട്ട് പ്രയോജനമുള്ളൂ. ഇതാണ് സൂർദാസിൻ്റെ സഖ്യഭക്തി. ഈ സഖ്യഭക്തി എന്ന് പറയുന്നത് തന്നെ രാഗാനുഗ ഭക്തിയിൽ തന്നെ 5 ഭേദങ്ങളിൽ ഒന്നാണ് സഖ്യഭക്തി. ശാന്ത, ദാസ്യ, സഖ്യ, വാത്സല്യ, മാധുര്യ. അതാണ് സൂർദാസിൻ്റെ സഖ്യഭക്തി. ദോസ്തി കാ അധികാർ ജമാത്തെ ഹെ. അപ്പം നിങ്ങൾക്ക് ഇത് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നാം എന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ PDF ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൂർദാസ് की സഖ്യഭക്തിയിൽ ഇതൊക്കെ എഴുതാം. रागानुगा भक्ति में प्रेम भाव की प्रधानता मानी जाती है और इस प्रेम भाव के 5 भेद माने गए हैं: शांत, दास्य, सख्य, वात्सल्य और माधुर्य. सूरदास के काव्य में सख्य और वात्सल्य भावों की अभिव्यक्ति अधिक मात्रा में हुई है. सख्य भक्ति में ईश्वर को सखा के रूप में देखा जाता है. सख्य भक्ति में भक्त के लिए आराध्य के दोष भी गुण बन जाते हैं. जैसे सखा आपस में कोई औपचारिकता नहीं रखते, दोस्ती का अधिकार जमाते हैं, वैसे ही अपने आराध्य देव श्री कृष्ण को सूर एक सखा के रूप में मानते हैं. ओके, मूविंग ऑन टू पार्ट बी. क्वेश्चन 20 is related to सूरदास. सूर का വാത്സല്യ വർണ്ണൻ. ഇതും ഒരു മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഈ സഖ്യഭക്തിയും വാത്സല്യവർണ്ണനും. വാത്സല്യവർണ്ണൻ എന്ന് പറയുമ്പോൾ സൂർദാസിനെ വാത്സല്യ സമ്രാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയ്ക്കധികം മനോഹരമായിട്ടാണ് ബാലകൃഷ്ണൻ്റെ ലീലകൾ വർണ്ണിച്ചിട്ടുള്ളത്. അതിമനോഹരമായി ആ ഒരു അതിൽ അടങ്ങിയിരിക്കുന്ന വാത്സല്യഭാവം വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വാത്സല്യ സമ്രാട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാത്സല്യവർണ്ണൻ്റെ എങ്ങനെ എഴുതാം? അതും സെയിം സെൻറ്റൻസ് യൂസ് ചെയ്യാം. रागानुगा भक्ति में प्रेम भाव की प्रधानता मानी जाती है और इस प्रेम भाव के 5 भेद माने गए हैं: शांत, दास्य, सख्य, वात्सल्य और माधुर्य. അതിലൊന്ന് വാത്സല്യമാണ്. भक्ति की दृष्टि में सख्य भक्ति और रस की दृष्टि में सूर के काव्य में श्रृंगार और वात्सल्य रस का आधिक्य है. बाल कृष्ण का रूप वर्णन एवं गुण वर्णन सूर ने इतना मनोरम एवं मनोवैज्ञानिक रूप से किया जो विरले ही कवि कर पाए हैं. ഇത്രയധികം മനോഹരമായിട്ടും മനോവൈജ്ഞാനിക്
വളരെയധികം സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചാണ് സൂർദാസ് ഈ ബാലലീലകൾ വർണ്ണിക്കുമ്പോൾ എടുത്തത്. बालकृष्ण की एक एक वृत्ति का वर्णन कई बार किया गया है, किंतु प्रत्येक वर्णन में नूतन रस, नवीन भाव भंगिमा और अप्रतिम मनमोहक सौंदर्य दिखता है. കൃഷ്ണൻ്റെ ലീലകൾ തന്നെ, കൃഷ്ണൻ്റെ ബാല്യാവസ്ഥയിൽ തന്നെ വെണ്ണ കക്കുന്നതായാലും മറ്റ് ഗോപികമാരെ ശല്യം ചെയ്യുന്നതായാലും സഖാക്കളോടൊത്ത് ഗോപസഖാക്കളോടൊത്ത് കുസൃതി കാട്ടുന്നതായാലും എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ പല പ്രാവശ്യം വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേക വർണ്ണന്മേ ഓരോ പ്രാവശ്യം അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പം നൂതൻ രസ്, നവീന ഭാവ ഭംഗിമ ഓർ അപ്രതിം മൻമോഹക് സൗന്ദര്യ ദിക്ത ഹെ. ഓരോ പ്രാവശ്യം വാത്സല്യരസിൻ്റെ നമ്മൾ കാണാത്ത ഓരോ രീതിയാണ് സൂർദാസ് വർണ്ണിച്ചിരിക്കുന്നത്. और इस बाल वर्णन द्वारा यशोदा, नंद, गोपियाँ और बाल कृष्ण के चरित्र अमर हो उठे और सूरदास वात्सल्य रस के सम्राट कहलाए. അങ്ങനെ മനോഹരമായിട്ട് വർണ്ണിച്ചത് കാരണം ആ വാത്സല്യരസിലെ വർണ്ണന വളരെയധികം മനോഹരമായിരുന്നു. അതുകൊണ്ടാണ് യശോദ, നന്ദ, പിന്നെ ഗോപികമാർ, പിന്നെ ഈ ബാലകൃഷ്ണ എല്ലാം ഈ ചരിത്രം എല്ലാം അമർ ഹോഠേ സൂർദാസിൻ്റെ വാത്സല്യ വർണ്ണനം കാരണം. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ സൂർദാസിൻ്റെ ഈ പദങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ, അതിൽ അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ളവയുണ്ടായിരുന്നു ഇല്ലേ. ഈ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ഒക്കെ അല്പം മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അനോട്ടേഷൻസ് ഒന്നും എക്സാമിന് വരാറില്ല. ഈ വേർഡ്സ്, ഈ സെൻറ്റൻസ് തന്നിട്ട് ഇതിൻ്റെ അർത്ഥം എഴുതുക അങ്ങനെ വരുന്നില്ല. പാർട്ട് സിയിൽ നോക്കുകയാണെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻസിൽ കബീറും സൂറും തുളസിയുടെ ഒറ്റ ക്വസ്റ്റ്യനും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്കപ്പോഴും. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി എക്സാമിൽ. എന്നാലും ഈ ഏൻഷ്യൻറ്റ് പോയറ്റ്സിൻ്റെ പോയിട്രിയുടെ ഈ പദങ്ങളുടെ അനോട്ടേഷൻസ് ഇല്ല. അപ്പം നിങ്ങൾ അങ്ങനെ വെറിയാവേണ്ട കാര്യമില്ല. ആകെ മൊത്തം ഒരു അതിൻ്റെ ഫീൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ സഖ്യഭക്തി എന്താണ്, സൂറിൻ്റെ വാത്സല്യവർണ്ണൻ, കബീറിൻ്റെ രാം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ശ്രീരാമചന്ദ്രൻ്റെ പരമഭക്തനായ സഗുൺ ഭക്ത കവിയായ തുളസിദാസാണ്. തുളസിദാസിൻ്റെ 3 ദോഹകളാണ് നിങ്ങൾ ആസ്വദിച്ചിട്ടുള്ളത്. ആ 3ഉം സെപ്പറേറ്റ് ആയിട്ടും അപ്ലോഡഡ് ആണ്, ഒരുമിച്ചും അപ്ലോഡഡ് ആണ്. അപ്പോൾ ആ ദോഹയുടെ മീനിങ്ങിലേക്ക് പോകേണ്ടവർ അതാദ്യം കാണുക. അതിനുശേഷം നമുക്ക് ഈ റിവിഷനിലേക്ക് വരാം. മൂവിങ് ഓൺ ടു അവർ തേർഡ് ancient poet Tulsidas. Part A, question 4 is related to Tulsidas. തുളസി की राम भक्ति कैसी है. ഇപ്പം തുളസിയെ പറ്റി പറയുകയാണെങ്കിൽ തുളസി ഒരു സഗുൺ ഭക്ത് കവിയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ രാം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാം ആരാണ്? അയോധ്യയിലെ രാജാവ് ദശരഥൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രൻ തന്നെ ആണ്. അദ്ദേഹം രാമനെ ഒരു ആദർശ പുരുഷനായിട്ടാണ് തൻ്റെ കാവ്യത്തിൽ കാണുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം വാൽമീകി രാമായൺ തൊട്ട് ശ്രീരാമചന്ദ്രൻ ഒരു ആദർശ പുരുഷനായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയാണ്. മഹാഭാരതത്തിൽ വിഷ്ണുവിൻ്റെ അവതാര പുരുഷനായിട്ട് വരികയും പിന്നീട് ആധ്യാത്മ രാമായണം, ഭാഗവത പുരാൺ, അതുപോലെ ശ്രീ സമ്പ്രദായ, രാമാനുജാചാര്യ ശ്രീ സമ്പ്രദായ തുടങ്ങിയപ്പോഴും അതിൽ രാം ഭക്തി വളരെയധികം ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് രാമാനന്ദാണ് രാം ഭക്തിനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചത്. അതിനുശേഷമാണ് തുളസിദാസിന് രാംചരിതമാനസ് വളരെ പോപ്പുലറായത്. തുളസിദാസിന് രാംചരിതമാനസ് പോപ്പുലർ ആവാനുള്ള ഒരു കാരണം അദ്ദേഹം അത് അവധി ഭാഷയിലാണ് എഴുതിയത്. അന്നത്തെ ബാക്കിയെല്ലാം സംസ്കൃതത്തിലായിരുന്നു, ദേവഭാഷയായ സംസ്കൃതത്തിലായിരുന്നു. അത് സാമാന്യ മനുഷ്യർക്ക് മനസ്സിലാവില്ലായിരുന്നു, സാമാന്യ ജനങ്ങൾക്ക്. അപ്പോൾ തുളസിദാസ് അതിനെ പോപ്പുലറൈസ് ചെയ്തു. ശ്രീരാംചരിതമാനസിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് കിടക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്നൊരു ഭാഷയിലാണ് തുളസിദാസ് ശ്രീരാംചരിതമാനസ് എഴുതിയത്. അങ്ങനെ ആ സമയത്തെ സിറ്റുവേഷനും എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഹിന്ദു ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. മുസ്ലിം ആക്രമണം, പിന്നെ ഹിന്ദു ജനങ്ങൾക്ക് വളരെയധികം മാനസിക ബലം നഷ്ടപ്പെട്ടിരിക്കുന്ന, ഹിന്ദു ജനമാനസ് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് അവർക്കൊരു ആശ്രയമായിട്ടാണ് ഈ ശ്രീരാമചരിതമാനസ് അവർ കണ്ടിരുന്നത്.
അങ്ങനെയാണ് തുളസിദാസ് വളരെയധികം ഫേമസ് ആയത്. അപ്പോൾ തുളസി കാ രാം ആരാന്ന് ചോദിച്ചാൽ സഗുൺ ഭക്താണ് തുളസി. തുളസി കാ രാം വേറെ ആരുമല്ല, ദശരഥ സുത ശ്രീരാമചന്ദ്ര തന്നെ ആണ്. പിന്നെ തുളസിയുടെ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ തുളസിയുടെ ഭക്തി ദാസ്യഭക്തിയാണ്. ഒരു ദാസനെ പോലെയാണ് തുളസി ഈശ്വരനെ കാണുന്നത്. ദാസൻ എപ്പോഴും യജമാനന് ഒരു പടി താഴെയാണ് നിൽക്കുകയുള്ളൂ, അതുപോലെയാണ്. അപ്പോൾ സൂർദാസ് ഉപയോഗിക്കുന്ന അധികാരഭാവം ഒന്നും തുളസിദാസ് ഉപയോഗിക്കില്ല. തുളസിദാസ് എപ്പോഴും ഒരു പടി താഴെ നിന്നുകൊണ്ടാണ്, വളരെ വിനയത്തോടെയാണ് തുളസിദാസിൻ്റെ ദാസ്യ ഭക്തി. സോ പാർട്ട് ബിയിൽ 19th ക്വസ്റ്റ്യൻ തുളസി കാ രാം ഓർ കബീർ കാ രാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നത് ഒരു കമ്പാരിസനാണ്. തുളസി കാ രാമും കബീർ കാ രാമും, രണ്ട് രാമും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. തുളസി ഒരു സഗുൺ ഭക്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച്, സഗുൺ ഭക്തരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വരന് നിറവും രൂപവും എല്ലാം തന്നെ ഉണ്ട്. തുളസി ഉദ്ദേശിക്കുന്ന രാം ആരാണ്? ദശരഥ സുതനായ അയോധ്യയിലെ ദശരഥ രാജാവിൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രനാണ് തുളസിയുടെ രാം. കബീറിൻ്റെ രാം അലഖ് അഗോച്ചറാണ്. എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഈശ്വരൻ്റെ ഒരു സത്തെ ആകമൊത്തം ഒരു പേര് വിളിക്കുന്നതേ ഉള്ളൂ. അത് കബീർ, രാം, രഹീം, ഗോവിന്ദ്, നാരായൺ, നിരഞ്ജൻ, അങ്ങനെ പല പേരുകളും കബീർ ഉപയോഗിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ രാം എന്ന പേര് കൂടുതൽ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പക്ഷേ കബീറിൻ്റെ രാം തുളസിയുടെ രാമുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈ നാമം, രാമനാമ ജപത്തിൽ രണ്ടുപേർക്കും വ്യത്യാസമില്ല, പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഒരു ആൻസർ ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. നിർഗുൺ ഭക്ത് കബീർ കെ രാം दशरथ सुत राम न थे, जबकि सगुण भक्त तुलसी के राम दशरथ सुत राम थे. राम नाम के बारे में दोनों के मतों में कोई विरोध नहीं मिलता. राम के अर्थ के विषय में अवश्य मतभेद है. कबीर ने राम की पृथक व्याख्या की. कबीर का राम शब्द अलख अगोचर है, अत्यंत सूक्ष्म है, अनिर्वचनीय है. राम नाम का आधार लेकर कबीर ऐसी भक्ति की स्थापना करना चाहते थे जो हिंदू मुसलमान दोनों को ग्राह्य हो सके. तुलसी आनंगलो, तुलसी के समय देश की सामाजिक परिस्थितियाँ कुछ इस प्रकार थी कि हिंदू जनता त्रस्त थी. ऐसे में तुलसी ने जनता के मनोनुकूल राम के शक्तिशील एवं सौंदर्य का समन्वित रूप की स्थापना की और हिंदू जनता को सहारा दिया. राम के इस स्वरूप की कल्पना में जनता को अपना रक्षक मिला. രാമിൻ്റെ ആദർശ പുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു രൂപമാണ് തുളസി ശ്രീരാമചരിതമാനസിൽ സ്ഥാപിച്ചത്. അതാണ് തുളസിയുടെ രാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ പാർട്ട് 1 ഓഫ് ക്വിക്ക് റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ 3rd സെമ്മിലെ നമ്മൾ ആദ്യത്തെ 3 പോയിറ്റ്സിനെ ഒരുമിച്ചെടുത്തത് 3 ഏൻഷ്യൻറ്റ് പോയിറ്റ്സ് ആയതുകൊണ്ടാണ്. മൂവരുടെയും ഒരുമിച്ച് പറഞ്ഞു പോകുന്നതിലാണ് എളുപ്പവും നിങ്ങൾക്ക് മനസ്സിലാക്കാനും. 15th സെഞ്ച്വറി പോയിറ്റ്സ് ആണ്. അപ്പോൾ ആ 3 പേരെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 3 പോയിറ്റ്സിനെയും ബേസ് ചെയ്ത് പാർട്ട് സിയിൽ 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. So until we meet next time with another episode of this quick revision, it's bye from here.